വൈകുന്നേരത്തെ ചായക്ക് അധികം ഓയിലൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് വേവിച്ചതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്നുകൂടി ഇളക്കിയിട്ട് നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു 2 കപ്പ് പച്ചരി നല്ലപോലെ കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവ് ഒരു 2 തവി ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാതെ പകുതി ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മസാലയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മേലെ ഈ മാവ് ഒഴിച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. വീണ്ടും ഒരു 10 സെക്കൻഡോളം അടച്ചു വെച്ച് കുക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഉള്ളു വേവാണ്ട് അടി കരിഞ്ഞ് പോവുകയും ചെയ്യും. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മാവ് കൂടി ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതും അതേപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ എന്തും കൊണ്ടെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഉള്ളു നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി തടവിയിട്ട് നമുക്കിതൊന്ന് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.